Hello, assalamu alaikum. Welcome back to Simply You Can. അപ്പോൾ ഇന്ന് റിബൺ വെച്ചിട്ടുള്ളൊരു ഫ്ലവറാണ് കേട്ടോ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടും. അപ്പോൾ ഇതാ ഞാനിവിടെ റെഡ് കളർ റിബണാണ് എടുത്തിട്ടുള്ളത്. 4 സെൻറ്റിമീറ്റർ വിഡ്ത്തിലുള്ളതാണ് കേട്ടോ. 70 സെൻറ്റിമീറ്ററാണ് ഇപ്പോൾ നീളം എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു സൂചിയും നൂലുമാണ് കേട്ടോ. അപ്പോൾ നൂല് നിങ്ങൾ ഏത് കളർ റിബണാണോ എടുക്കുന്നത് അതേ സെയിം കളർ തന്നെ നൂലും എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി റിബണ് ഇതുപോലെ മടക്കി തുന്നി കൊടുക്കാം. ഈ ഒരു ഭാഗം തുന്നിയതിന് ശേഷം റിബണ് താഴോട്ട് മടക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ മടക്കുന്നത് വീഡിയോയിൽ ശരിക്കും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതാ ഇതുപോലെ മടക്കിയിട്ടുണ്ട്. ഇനി അതിനൊന്ന് തുന്നി കൊടുക്കണം, ആ സൈഡ് ഒന്ന് തുന്നണം. അപ്പോൾ നമ്മൾ ആദ്യം എവിടെയാണോ തുന്നി വെച്ചിട്ടുള്ളത് അവിടുന്ന് സ്ട്രെയിറ്റ് ആയിട്ടാണ് പിന്നെ നമ്മൾ തുന്നി കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ശരിക്കും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഇതേ രീതിയിൽ നമ്മൾ എടുത്തിട്ടുള്ള റിബൺ മുഴുവനായിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ആ റിബണിൻ്റെ ലാസ്റ്റ് വരെ ഇതുപോലെ തന്നെ തുന്നി കൊടുത്തിട്ടുണ്ട്. ഇനി അതിൽ എക്സ്ട്രാ വരുന്ന ഭാഗം കട്ട് ചെയ്ത് ആ ഭാഗവും കൂടെ ഒന്ന് തുന്നി കൊടുക്കാം. ഇപ്പോൾ ഇതാ ഞാൻ ആ ഭാഗം തുന്നി കൊടുത്തിട്ടുണ്ട്. ഇനി ആ ത്രെഡ് നന്നായിട്ടൊന്ന് വലിച്ചു കൊടുക്കുക. ഇപ്പോൾ ഇതാ ആ റിബണ് ഓരോ ചെറിയ പെറ്റൽസിൻ്റെ ഷേപ്പിലായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അതിൽ ആ എൻഡിലായിട്ട് വരുന്ന ആ ഒരു ഭാഗം അഴിഞ്ഞു പോരാത്ത രീതിയിൽ ഒന്ന് കെട്ടിട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ ഫസ്റ്റ് പാർട്ട് മുതൽ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അഴിഞ്ഞ് വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇടയിലൊക്കെ ആയിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ അത് മുഴുവനായിട്ട് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൽ എക്സ്ട്രാ കാണുന്ന ഭാഗങ്ങളൊക്കെ അതിൻ്റെ അകത്തേക്കൊന്ന് തുന്നി കൊടുക്കാം. അപ്പോൾ ഇതാ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇപ്പം ക്രാഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഡ്രസ്സിലോ ഒക്കെ തുന്നിയിട്ടോ അല്ലെങ്കിൽ ഒട്ടിച്ചൊക്കെ കൊടുക്കാം കേട്ടോ. ഇനിയിപ്പം നമ്മൾ കുട്ടികളെ ഹെയർ ബാൻഡിൽ അല്ലെങ്കിൽ ക്ലിപ്പിലൊക്കെയാണ് വെച്ച് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ താഴ്ഭാഗം നമുക്ക് കവർ ചെയ്യണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫെൽറ്റ് ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ടൈപ്പ് റെഡ് കളർ ക്ലോത്ത് എടുത്തിട്ട് അതിന് കവർ ചെയ്ത് കൊടുത്താൽ മതി. ഫ്ലവറിൻ്റെ ബാക്ക് സൈഡ് ഞാൻ ഇതുപോലെ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് കുറച്ച് ലീവ്സ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് റിബൺ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ റിബൺ 2 ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് ഓരോ പീസും ഓരോ ലീഫിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം.
ഇനി ഓരോ ലീഫിൻ്റെയും സൈഡുകളൊക്കെ ലൈറ്റർ ഉപയോഗിച്ചിട്ട് ഒന്ന് സ്മൂത്ത് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ലീവ്സുകളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അത് ഓരോന്നായിട്ട് ആ ഫ്ലവറിന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ 2 or 3 ഒക്കെ ഉണ്ടാക്കിയിട്ട് ഹെയർ ക്ലിപ്പിൽ അതുപോലെ ഹെയർ ബാൻഡിലൊക്കെ ഒരു സൈഡിൽ നിന്ന് ഒരു സൈഡ് വരെ ഉണ്ടാക്കിയിട്ടൊക്കെ ഒട്ടിച്ചു കൊടുത്താലൊക്കെ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. അതുപോലെ ഡ്രസ്സിൽ ഇപ്പോൾ ബോട്ടിലാട്ട് വേറെ ക്രാഫ്റ്റുകളൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിലൊക്കെ ഒട്ടിച്ചു കൊടുക്കാനൊക്കെ പറ്റുന്നതാണ്. അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് കണ്ട് പിക്ചേഴ്സൊക്കെ എനിക്ക് വാട്സപ്പ് വഴി സെൻഡ് ചെയ്ത് തന്നാൽ മതി. വാട്സപ്പ് നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ ഒരു അടിപൊളി ക്രാഫ്റ്റുമായിട്ട് വരാം. താങ്ക് യു.